ഋഷി അങ്ങനെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. ഋഷിയുടെ പ്ലാനിങ്ങിൽ ഋഷി ചെറിയൊരു ചേഞ്ച് വരുത്തി. പക്ഷേ അവിടെ ഒരു ഗംഭീര ടെസ്റ്റ് നടത്തിയത് ബിഗ് ബോസ് ആയിരുന്നു. ബിഗ് ബോസ് നൈസായിട്ടൊന്ന് ഋഷിയെ തേച്ചു എന്ന് പറയാം. അവിടെ ഋഷി വിചാരിച്ചിരുന്നത് ഏറ്റവും വീക്കായിട്ടുള്ള പ്ലെയേഴ്സിനെ പവർ റൂമിൽ കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും സംരക്ഷിച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ പുറത്തു നിർത്തണം എന്നുള്ളതായിരുന്നു അവിടെ ഋഷിയും അഭിഷേകും കൂടി തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഋഷി അവിടെ ചെറിയൊരു ഗെയിമിൽ മാറ്റം വരുത്തി. പവർ റൂം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആവണം എന്നുള്ളത് കൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ കൂടി പവർ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഋഷി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് സായിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അപ്പോൾ പവർ റൂമിലേക്കുള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞ സമയത്ത് ഋഷി തെരഞ്ഞെടുത്തത് അവിടെ ഋഷിക്ക് വേണ്ടപ്പെട്ടവരായി മാത്രമായിരുന്നു. ആദ്യം തെരഞ്ഞെടുത്തത് അൻസിബ, നോറ, റസ്മിൻ, അഭിഷേക് 4 പേര്. ഇനി 2 പേരെ കൂടിയുണ്ട്. അങ്ങനെ 6 പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനയെയും സായിയെയും അങ്ങനെ 6 പേരെയാണ് അവിടെ തെരഞ്ഞെടുത്തത്. പക്ഷേ ബിഗ് ബോസ് അവിടെ ഒരു ഗംഭീര ടെസ്റ്റ് നടത്തി. മെമ്പേഴ്സിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 4 പേരെയെ പവർ റൂമിലേക്ക് കയറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അവിടെ ഋഷിയെ നൈസായിട്ടൊന്ന് തേച്ചു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സായിയെയും നന്ദനയെയും ഒഴിവാക്കി. അപ്പൊ പിന്നെ അവിടെ പവർ റൂമിൽ വരുന്ന 4 മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവിടെ അഭിഷേക്, നോറ, റസ്മിൻ, അൻസിബ ഇങ്ങനെ 4 പേരാണ് ഇപ്പോൾ പവർ റൂമിൽ വന്നിരിക്കുന്നത്. പിന്നെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചത് ജിൻഡോ, ശ്രീതു, അർജുൻ ഒരു ഗ്രൂപ്പ്. ഇവരാണ് ടീം ഡെൻ. ഇവർ ബാത്റൂം ഡ്യൂട്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ സിജോ, ജാസ്മിൻ, ശ്രീരേഖ ഇവരാണ് നെക്സ്റ്റ് ടീം. ഇവർക്ക് കിച്ചൺ ഡ്യൂട്ടി. പിന്നീട് അടുത്ത ടീം എന്ന് പറയുന്നത് ശരണ്യ, അപ്സര, നന്ദന, സായി ഇവരായിരിക്കും ടണൽ ടീം. ഇവർക്ക് അവിടെ ക്ലീനിങ് ഡ്യൂട്ടി എന്നിങ്ങനെ 3 ടീമുകളാണ് ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും സേഫ് ഗെയിമേഴ്സിനെ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ഇപ്പൊ ശരണ്യ, അപ്സര, നന്ദന, ശ്രീരേഖ ഇവരെ എല്ലാവരെയും പവർ റൂമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അവിടെ ആദ്യത്തെ ഋഷിയുടെയും അഭിഷേകിന്റെയും പ്ലാൻ എന്നുണ്ടെങ്കിൽ പിന്നീട് ഋഷി അതിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് അവിടെ ശ്രീരേഖനെയും ശരണ്യയെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് അവിടെ സായിയെയും നന്ദനയെയും ഒക്കെ കയറ്റാൻ തീരുമാനിച്ചത്. അപ്പോഴും നന്ദനയെ സേവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളും കൂടി സായി വരട്ടെ എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ എല്ലാ പ്ലാനും അവിടെ ബിഗ് ബോസ് ഋഷിയുടെ പൊളിച്ചടുക്കി. ഇപ്പോഴത്തെ പവർ ടീം എന്ന് പറയുന്നത് നോറയും അൻസിബയും അഭിഷേകും 3 പേരും പവർ റൂമിലേക്ക് ആദ്യമായി കയറുന്ന ആൾക്കാരാണ്. അതിൽ കയറിയിട്ടുള്ളത് റസ്മിൻ മാത്രമാണ്. പിന്നെ ക്യാപ്റ്റനായിട്ട് എത്തിയിരിക്കുന്ന ഋഷിയാണ് പിന്നെ കയറിയിട്ടുള്ളത്. ക്യാപ്റ്റൻ ഇപ്പോൾ പവർ റൂമിലേക്ക് കയറാനുള്ള അധികാരമില്ല. എന്തായാലും ഇനിയുള്ള ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് നിർണായകമാണെന്ന് ബിഗ് ബോസ് അവരുടെ അടുത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്.